ഷാർജയിലെ ഖോർഫക്കാൻ തുറമുഖത്തുണ്ടായ ഇറാൻ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. ഒരു നേപ്പാൾ സ്വദേശിക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് വിവരം. ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എസ് രഞ്ജിത്ത് വിവരങ്ങൾ നൽകും. രഞ്ജിത്ത്, ഇതെപ്പോഴായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, ഷാർജയിലെ ഖോർഫക്കാൻ തുറമുഖത്ത് ആക്രമണമുണ്ടായി എന്ന വാർത്ത ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ഷാർജ മീഡിയ ഓഫീസ് പുറത്തുവിട്ടിരുന്നു. എന്നാൽ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ് അല്പസമയം മുമ്പ് ഷാർജ മീഡിയ ഓഫീസ് ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ മീഡിയ ഓഫീസിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഈ ഖോർഫക്കാൻ തുറമുഖത്തുണ്ടായ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്ക് പറ്റിയെന്നാണ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. ഇതിൽ ഒരു നേപ്പാൾ സ്വദേശി ഉൾപ്പെടുന്നു, ഒപ്പം തന്നെ 3 പാകിസ്ഥാൻ സ്വദേശികളും ഉൾപ്പെടുന്നു. അങ്ങനെയാണ് 4 പേർക്ക് പരിക്കേറ്റത്. ഇതിൽ നേപ്പാൾ സ്വദേശിയുടെ പരിക്ക് ഗുരുതരമാണ് എന്ന് ഷാർജ മീഡിയ ഓഫീസ് അറിയിക്കുകയാണ്. ഈ പരിക്ക് പറ്റിയ ഇദ്ദേഹത്തെ വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയെന്നും ഔദ്യോഗികമായി തന്നെ ഈ വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ആക്രമണത്തെ അതിശക്തമായി തന്നെ പ്രതിരോധിക്കാൻ ഇവയുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞു. എന്നാൽ ഈ തകർന്ന ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ വീണാണ് 4 പേർക്ക് പരിക്ക് പറ്റുന്ന സാഹചര്യം ഉണ്ടായത്. ഈ ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ പതിച്ച് ഈ മേഖലയിൽ വലിയ തോതിലുള്ള തീപിടുത്തവും ഉണ്ടായി. പക്ഷേ ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാണ് എന്നാണ് ഷാർജ മീഡിയ ഓഫീസ് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. ശരി, എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.